അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. അൽഹംദുലില്ലാ. എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് എൻ്റെ പ്രാർത്ഥനയിലുണ്ട് കേട്ടോ. നിങ്ങളെ പ്രാർത്ഥനയിൽ എന്നെയും ചേർക്കണം ഇൻഷാ അല്ലാ. നമ്മളൊക്കെ ഹസ്മാഉൽ ഹുസ്ന ചെല്ലാറുണ്ടല്ലേ? വെള്ളിയാഴ്ച രാവും തിങ്കളാഴ്ച രാവൊക്കെ ഹസ്മാഉൽ ഹുസ്ന ചെല്ലുന്നത് നല്ലതാണ് കേട്ടോ. വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല. എത്ര വലിയ കട ഉണ്ടെങ്കിലും പടച്ചിറപ്പത്തിൽ എളുപ്പമായിട്ട് വീട്ടാനുള്ള വഴി തുറന്ന് കാണിച്ചു തരും. അതുകൊണ്ട് ഹസ്മാഉൽ ഹുസ്ന ചെല്ലാത്തവരുണ്ടെങ്കിൽ അത് ആഴ്ചയിൽ 2 ദിവസം ഉണ്ടല്ലോ, തിങ്കളാഴ്ച രാവും വെള്ളിയാഴ്ച രാവും, അങ്ങനെയെങ്കിലും അത് സ്ഥിരമായിട്ട് ചെല്ലാൻ വേണ്ടിയിട്ട് നമുക്ക് ഭാഗ്യം കിട്ടട്ടെ. എല്ലാവരും ശ്രമിക്കട്ടോ. ഇൻഷാ അല്ലാ നല്ലതാണ്. നമ്മൾ മക്കൾക്കും അത് കേട്ട് വളരുന്ന നമ്മളെ മക്കളുണ്ടല്ലോ. അസ്മാഉൽ ഹുസ്ന എന്താണെന്ന് എല്ലാവർക്കും അറിയില്ലേ? അള്ളാഹുവിൻ്റെ പേരുകളാണ്. അസ്മാഉൽ ഹുസ്നയിലെ ഓരോരോ പേരുകൾക്കും അതിൻ്റെതായ പവിത്രതയുണ്ട്. വല്ലാത്ത അർത്ഥങ്ങളാണ്. നമ്മൾ ആവശ്യം നിറവേറാനും രോഗത്തിന് ശിഫയാവാനും പിന്നെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നമ്മളെ കുടുംബങ്ങളിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ മക്കൾക്ക് ജോലി ശരിയാവാൻ വേണ്ടിയിട്ട് എന്ത് കാര്യത്തിന് നമുക്ക് അതിൽ ഓരോരോ പേരുകൾക്കും അതിൻ്റേതായിട്ടുള്ള മൂല്യം ഉണ്ട്. നമുക്ക് ആ ഒരു ഇസ്മ ചൊല്ലിക്കഴിഞ്ഞാൽ ആ ഒരു സംഭവം നടക്കും എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ഇസ്മും നമ്മൾ ഓരോന്നോരോന്നായിട്ട് പറയുന്നുണ്ട്. അതിലുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കടം ഉണ്ട്. സമ്പത്ത് നമുക്ക് ആവശ്യത്തിന് വേണം ദുനിയാവിൽ, അല്ലെങ്കിൽ നമ്മൾ കടക്കാരനായിട്ട് മരണപ്പെട്ട് പോവേണ്ടി വരും. അത് വല്ലാത്തൊരവസ്ഥയാണ്. നമുക്ക് ദുനിയാവും നഷ്ടപ്പെടും, ആഖിറവും നഷ്ടപ്പെടും. അപ്പോൾ ആവശ്യത്തിന് പണം വേണം. പണം ഇല്ലാത്തതിന് ഒരു വിലയില്ല എന്നാണ്. അപ്പോൾ അധികമൊന്നും പണം ഇല്ലെങ്കിലും നമുക്കൊരാളുടെ മുന്നിൽ കൈ നീട്ടാതെ ജീവിക്കാനുള്ളൊരു സമ്പത്ത്, ആ ഒരു ചുറ്റുപാട് നമുക്ക് ഉണ്ടായിരിക്കണം. ദാരിദ്ര്യത്തിൽ ഇങ്ങനെ വലഞ്ഞ് കഷ്ടപ്പെട്ട് ഒരുപാട് അസുഖങ്ങളുമായി ടെൻഷൻ അടിച്ച് അങ്ങനെ ജീവിച്ച് തീർക്കാനുള്ളതല്ലല്ലോ. പഠിച്ചവന് എല്ലാത്തിൻ്റെ സൊല്യൂഷൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് ചൊല്ലാൻ വേണ്ടി, ഇത് ഓതാൻ വേണ്ടിയിട്ട്. പക്ഷെ ചിലരൊന്നും അത് മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്ന ഹസ്മാഉൽ ഹുസ്നയിൽ അള്ളാഹുവിൻ്റെ ഒരു പേരാണ്. അത് പവിത്രമാക്കപ്പെട്ട ആ ഒരു പേര് നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ അധിക സമയമൊന്നും വേണ്ട. നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ചെല്ലാം. തസ്ബീഹ്മാല കൈ പിടിക്കാം. കൗണ്ടർ ഉണ്ടാവുമല്ലോ, കൗണ്ടർ കൈ പിടിച്ചിട്ട് അത് നിങ്ങൾക്ക് ചൊല്ലി തീർക്കാം. ഇൻഷാ അല്ലാ പേരെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്ക് എത്ര വലിയ കടങ്ങളുണ്ടെങ്കിലും എത്ര ചെറിയ കടങ്ങളുണ്ടെങ്കിലും നമുക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ നിറവേറ്റിയെടുക്കാനുണ്ടെങ്കിലും എന്ത് വലിയ പ്രയാസം മക്കൾക്ക് ജോലിയായിട്ടില്ല, എന്ത് വലിയ പ്രയാസം ഉണ്ടെങ്കിലും അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ മക്കളെ കെട്ടിക്കുന്ന കാര്യം വരെ മുടങ്ങി നിൽക്കുന്ന മാതാപിതാക്കളുണ്ട് അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകരിക്കും. നിങ്ങൾ എന്ത് ചെയ്യണം? ദിവസം ഇന്ന നിസ്കാരത്തിന് ശേഷം അങ്ങനെയൊന്നുമില്ല, ദിവസം എല്ലാ ദിവസം എൻ്റെ റബ്ബ് എനിക്ക് എൻ്റെ എല്ലാ കടങ്ങളും തീർത്ത് തരും എന്ന ഉറപ്പ് മനസ്സിൽ വെച്ചിട്ട് ഒരു 100 തവണ എല്ലാ ദിവസവും. വലിയ പണിയൊന്നുമില്ലല്ലോ, നമുക്ക് നോക്കി ചെല്ലേണ്ട ഒരു ആവശ്യമില്ല. എവിടെയെങ്കിലും തനിച്ച് പോയി ഒന്ന് ഇരുന്നിട്ട് മക്കളൊക്കെ സ്കൂളിൽ പോകുന്ന ടൈമിൽ, ഈ മക്കളൊക്കെ ജോലിക്ക് പോകുന്ന ആ ഒരു സമയത്ത് എവിടെയെങ്കിലും ഒന്ന് പോയി ഇരുന്നിട്ട് മനസ്സ് പഠിച്ചവനേക്ക് അർപ്പിച്ചിട്ട് നിങ്ങൾ യാ മോനി യാ അല്ലാ, യാ മോനി എന്ന വാക്കിൻ്റെ അർത്ഥം ഐശ്വര്യം നൽകുന്നവനെ എന്നാണ്. അപ്പോൾ പഠിച്ച റബ്ബ് എല്ലാവിധ ഐശ്വര്യം നൽകും. റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പേര് വെച്ചിട്ട് ആരാണോ ദുആ ചെയ്യുന്നത് അവർക്ക് പെട്ടെന്ന് ദുആക്കുള്ള ഇജാബത്ത് കിട്ടും. അപ്പോൾ ഹസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞ പഠിച്ച റബ്ബിൻ്റെ മറ്റ് ഇസ്മുകളാണല്ലോ, മഹത്തമേറിയ ഇസ്മുകളാണ്. അതിൽ ഓരോ ഇസ്മും നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയും ചൊല്ലാറുണ്ട് അല്ലേ? യാ മോനി യാ അല്ലാ എന്ന്. സമ്പത്തിന് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് പണം വന്ന് ചേരാനും നമ്മൾക്ക് ആരെങ്കിലും കയ്യിൽ നിന്ന് പണം കിട്ടാനുണ്ടെങ്കിലും അല്ലെങ്കിൽ നമുക്ക് നമ്മളെ മക്കളെ കെട്ടിക്കാൻ ആവശ്യത്തിനും പഠിപ്പിൻ്റെ കാര്യത്തിനൊക്കെ നമുക്ക് പണം വേണം. പണമില്ലാണ്ട് ഒരു കാര്യം ഇന്ന് നടക്കൂല. അപ്പോൾ അതിനൊക്കെ ആവശ്യമായി പഠിച്ച റബ്ബ് ആ സമ്പത്ത് നമ്മളിലേക്ക് എത്തിക്കും. ഇൻഷാ അല്ലാ നിങ്ങൾ ഉറച്ച വിശ്വാസത്തോടെ ചൊല്ലിക്കോളി. ഞാനതിന് ഗ്യാരണ്ടിയാണ്. നിങ്ങൾക്ക് ഇൻഷാ അല്ലാ നിങ്ങൾ 100 ദിവസം എന്നും ചൊല്ലുന്നതിനനുസരിച്ച് ഓരോ ദിവസങ്ങളിലും നിങ്ങൾക്ക് അതിന് മാറ്റം കാണാം. നിങ്ങൾ ഭർത്താവിൻ്റെ ജോലി ബർക്കത്തുണ്ടാവും, മക്കളെ ജോലി ബർക്കത്തുണ്ടാവും. ഇൻഷാ അല്ലാ എല്ലാവരും ചൊല്ലി നോക്കുക, എല്ലാവർക്കും ഉപകാരപ്പെടും. നമ്മളെ വീഡിയോയിൽ ചെറിയ എനിക്ക് അറിയാവുന്ന അറിവുകളാണ് ഞാൻ ഇതിൽ അപ്ലോഡ് ആക്കുന്നത്.
ഒരുപാട് പേർക്ക് ഉപകാരപ്രദമായിട്ടുള്ള അറിവാണ് കേട്ടോ ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. 100% നിങ്ങൾക്ക് വിശ്വസിച്ച് മനസ്സിൽ പഠിച്ചിറപ്പ് സാധിച്ചു തരുന്നുള്ള ആ ഒരു വിശ്വാസം മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ചൊല്ലി നോക്കി. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാ പ്രയാസങ്ങളും മാറ്റിത്തന്ന് പഠിച്ചിറപ്പ് നിങ്ങൾക്ക് ഐശ്വര്യം വർഷിപ്പിച്ച് തരും. ഇൻഷാ അല്ലാഹ് അതെനിക്ക് ഉറപ്പായ കാര്യമാണ്. നമുക്ക് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമുക്ക് അള്ളാഹുവിൻ്റെ ഇസ്മായ യാ മോനി യാ അല്ലാഹ് എന്നൊരു 11 തവണ ചൊല്ലി നോക്കാം. എൻ്റെ കൂടെ നിങ്ങളും ചൊല്ലിക്കോളിട്ടോ. ഇൻഷാ അല്ലാഹ് പഠിച്ച റബ്ബ് നമുക്ക് എത്ര വലിയ കടങ്ങളുണ്ടെങ്കിലും എന്ത് പ്രയാസം ഉണ്ടെങ്കിലും പഠിച്ച റബ്ബ് നമുക്ക് മാറ്റിത്തരട്ടെ. നമുക്ക് അള്ളാഹുവിൻ്റെ പേര് ചൊല്ലി നമ്മൾ ദുആ ചെയ്യുന്നതിൻ്റെ പേരിൽ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതിൻ്റെ പേരിൽ പഠിച്ച റബ്ബ് ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു ഈ ഒരു അമല് നിങ്ങളിലൂടെ മറ്റുള്ളവരിലേക്ക് എത്താനുള്ളൊരു ഭാഗ്യം ആ പാവപ്പെട്ട ഏത് മനുഷ്യനായാലും അവരുടെ കൈകളിൽ എത്തട്ടെ. യാ മാനി യാ അല്ലാ, 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 യാ മാനി യാ അല്ലാ. അൽഹംദുലില്ലാഹ് പഠിച്ച റബ്ബ് നമ്മളെ ഈ സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.